ലോകപ്രശസ്തനായ ലബനീസ് കവിയും ദാർശനികനും ചിത്രകാരനുമായിരുന്ന ഖലീൽ ജിബ്രാൻ 1923 ഇംഗ്ലീഷിൽ എഴുതിയ കാവ്യ ഉപന്യാസ സമാഹാരമാണ് പ്രവാചകൻ. 26 കാവ്യ ഉപന്യാസങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഖലീൽ ജിബ്രാന്റെ മാസ്റ്റർ പീസായ പ്രവാചകൻ 40-ലേറെ വ്യത്യസ്ത ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങളിലെ ഉജ്ജ്വല നക്ഷത്രം എന്നാണ് പ്രവാചകൻ അറിയപ്പെടുന്നത്. അനിതര സാധാരണമായ ശില്പഭംഗിയും ഭാവഗാംഭീര്യവുമാണ് ഈ പുസ്തകത്തിന്റെ മുഖമുദ്ര. സ്നേഹമാണ് പരമമായ ചൈതന്യത്തിൽ മനുഷ്യനെ എത്തിക്കുക എന്ന് ഖലീൽ ജിബ്രാൻ തന്റെ പ്രവാചകൻ എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു. ജീവിതവും മനുഷ്യ അവസ്ഥയുമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയ വിഷയം. ഒരു സാധാരണ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഈ പുസ്തകം സ്പർശിക്കുന്നുണ്ട്. ആൽഫ്രഡ് എ നോഫ് ആണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകൻ. മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആത്മീയമായി ചലിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ എന്ന ഗ്രന്ഥം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം തീർച്ചയായും വായിച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ ആന്തരികതയെ തിരിച്ചറിയുവാനും സ്നേഹത്തിന്റെ പരമചൈതന്യത്തെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. ഈ പുസ്തകം ഓൺലൈൻ വഴി എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. വായനയുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തെത്താൻ നമ്മെ സഹായിക്കുന്നത് വായനയാണ്. പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും വായന ഒരു ശീലമാക്കാനും നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കായുള്ള ഒരു ചെറിയ നോവലാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ആർ കൃഷ്ണവാര്യർ രചിച്ച അജിത്ത് കണ്ട ലോകം എന്ന ബാലനോവലാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു നോവൽ 2000-ലാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഭിക്ഷാടനത്തിനും കള്ളക്കടത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഢസംഘങ്ങളെ അതിവിദഗ്ധമായി നേരിടുകയും അവരെ പിടിക്കാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ബാലൻ, അവന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അജിത്ത് എന്ന കുട്ടി ഭിക്ഷാടനക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്നത്. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി അവൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും സൂത്രങ്ങളും ഒക്കെ തന്നെ വായനക്കാരെ ആകാംക്ഷാഭരിതരാക്കുന്നു. ഏതൊരു അപകടത്തെയും ആത്മസംയമനവും ധൈര്യവും കൊണ്ട് നേരിടാമെന്ന് അജിത്തിന്റെ ജീവിതം ഇതിലൂടെ വരച്ചു കാട്ടുന്നു. മാത്രവുമല്ല, അപരിചിതരോടും ഭിക്ഷാടനക്കാരോടും ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കുക എന്നൊരു സന്ദേശം കൂടി കുട്ടികൾക്ക് ഈ നോവൽ പറഞ്ഞു കൊടുക്കുകയാണ്. സമൂഹത്തിലെ നന്മതിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് നോവലിസ്റ്റ് ഇതിലൂടെ. വളരെ രസകരമായ ഭാഷയിൽ ചിത്രാവിഷ്കാരത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകം എന്തുകൊണ്ടും കുട്ടികൾക്ക് വായിക്കാൻ ഉചിതമാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശാസ്ത്ര അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, നല്ല ഒരു അറിവ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, ഏതൊരു സാധാരണ വായനക്കാരനും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കൈയടക്കത്തോടെ ശാസ്ത്രത്തെയും മഹാവിസ്ഫോടനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ജനപ്രിയ ശാസ്ത്രം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പുസ്തകം ബാൻഡൺ ബുക്സ് ആണ് പുറത്തിറക്കിയത്. 1988 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം 25 ദശലക്ഷം കോപ്പികൾ വിറ്റുപോവുകയും 12-ലധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. 256 പേജുകളുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഈ പുസ്തകത്തിന് കിൻഡിൽ നിന്നും 203 രൂപ ചിലവിൽ നമുക്ക് വായിക്കാൻ കഴിയും. 1988 പഴയ എഡിഷൻ 190 രൂപയ്ക്കും 1996 പുതിയ എഡിഷൻ 254 രൂപയ്ക്കും നമുക്ക് സ്വന്തമാക്കാം. ശാസ്ത്രത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും മഹാവിസ്മയലോകം നമുക്ക് മുന്നിൽ തുറക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് വച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് എളിമയായി അഭ്യർത്ഥിക്കുകയാണ്, ഈ പുസ്തകം വായിക്കൂ. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. നന്ദി. Hello everyone. I'm very delighted to be in front of you to introduce a book, and the book that I want to introduce is nothing but Why I'm a Hindu. Why I'm a Hindu is a book that is written by one of India's finest political intellectual, that is Shashi Tharoor. And the book, it was first published in 2019 by Aleb Book Publication. And the book comes in almost 300 pages and is available in the market for almost 700 rupees. As the name suggests, the book, it describes in detail about one of
the world's oldest religion, that is Hinduism. The author describes in detail about the greatest souls of Hinduism, various schools of Hinduism. He also tries to summarize various lessons from Vedas and Gita. He also tries to criticize the activities of Hindu bigots in the country, and that is in a stark contrast against the ideas of Hinduism. So reading the book is actually an eye-opener, and it is the need of the time too, because it describes how pluralism is important and how pluralistic society is the need of the time. Thank you. Hi everybody. So today I'm going to introduce you a book called The One You Cannot Have. This is written by Preeti Shenoy. The book is a romantic novel, but as the title suggests, it is not a book that just speaks about the romance, the cheesy side of the romance. But instead, if you are a benefited reader, if you want to acquire good thoughts while reading, then this book is perfectly apt for you. Because while in a relationship, there are certain things that you need to give up and there are certain things that you need to accept. Everything is being discussed in this book in the angle of a female. So while reading the book, every word will penetrate through the flesh to reach the heart. This book has a lot of soul and my most favorite book. So I recommend to everybody who loves to read this book. This is available in online as well as offline portals. Thank you.